ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എക്സ്പോണൻസ് അഥവാ കൃത്യംഗം. ഈ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ, എക്സ്പോണൻസ് അഥവാ കൃത്യംഗം എന്ന് പറയുന്ന ടോപ്പിക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്, അഥവാ എന്താണ് കൃത്യംഗം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം. എന്താ മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് അഡീഷൻ ആണ്. അതായത് ഒരു നമ്പറിനോട് അല്ലെങ്കിൽ ഒന്നിനോട് വേറൊന്ന് കൂട്ടി 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 പോവുക, അതാണ് റിപ്പീറ്റഡ് അഡീഷൻ, അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സിമിലർ ആയിട്ടാണ് കൃത്യംഗം അഥവാ എക്സ്പോണൻസ് വരുന്നത്. എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, എക്സ്പോണൻസ് അഥവാ കൃത്യംഗം എന്ന് പറയുന്നത്. ഈ കൃത്യംഗം അഥവാ എക്സ്പോണൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കുറേ നിയമങ്ങളുണ്ട്. അതായത് ലോസ് ഓഫ് എക്സ്പോണൻസ് അഥവാ കൃത്യംഗ നിയമങ്ങൾ. ലോസ് ഓഫ് എക്സ്പോണൻസ് കുറേ നിയമങ്ങളുണ്ട്. അതിൽ നമ്മൾ കുറച്ചാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ബാക്കി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുന്നതനുസരിച്ച് പഠിക്കുകയാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഈ നിയമങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കൃത്യംഗത്തെ എങ്ങനെയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ എക്സ്പോണൻസിനെ എങ്ങനെയാണ് എഴുതുന്നത്, ഒരു എക്സ്പോണൻസിന് എത്ര പാർട്ടുണ്ട്, അത് എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒരു എക്സ്പോണൻറ്റിനെ നമ്മൾ എഴുതുന്നത് ഇപ്പോൾ a റേസ് ടു m എന്നാണ് എഴുതുന്നതെന്ന് വിചാരിച്ചോ. എന്ന് വെച്ചാൽ a എന്ന് പറയുന്നത് അതിൻ്റെ ബേസാണ്, m എന്ന് പറയുന്നത് അതിൻ്റെ പവറാണ്. ഇതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ a എന്ന് പറയുന്നത് അതിൻ്റെ ആധാരമാണ്, m എന്ന് പറയുന്നത് അതിൻ്റെ കൃതിയാണ്. അപ്പോൾ a റേസ് ടു m, അതായത് a എന്ന് പറയുന്നത് m പ്രാവശ്യമുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ 5 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 5 3 പ്രാവശ്യമുണ്ട്, അതായത് 5 ഇൻറ്റു 5 ഇൻറ്റു 5, അതായത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ a റേസ് ടു m എന്ന് പറയുന്നതാണ് ഒരു എക്സ്പോണൻഷ്യൽ ഫോം, അല്ലെങ്കിൽ ഒരു കൃത്യംഗം എഴുതുന്നത് അങ്ങനെയാണ്, ആധാരവും കൃതിയായിട്ട്, അല്ലെങ്കിൽ ബേസ് ടു ദ പവർ. നിയമങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതായത് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്നുള്ള രീതിക്കാണ് നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഉള്ളതെങ്കിൽ അതിന് ഒരു നിയമമുണ്ട്. a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന് പറയുന്നത് a റേസ് ടു m പ്ലസ് n ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 റേസ് ടു 3 ഇൻറ്റു 5 റേസ് ടു 2 എന്ന് പറയുന്നത് 5 റേസ് ടു 3 പ്ലസ് 2 5 റേസ് ടു 5 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് അഥവാ ആധാരം എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം, ഒന്നായിരിക്കണം, രണ്ടും 5 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൃതി അഥവാ പവറിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒന്നാമത്തെ നിയമം. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് എക്സ്പോണൻസ് അഥവാ അതിൻ്റെ ഹരണം. a റേസ് ടു m ഡിവൈഡഡ് ബൈ a റേസ് ടു n ആണെങ്കിൽ, അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. a റേസ് ടു m ഡിവൈഡഡ് ബൈ a റേസ് ടു n എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് a റേസ് ടു m മൈനസ് n എഴുതാം. ഫോർ എക്സാമ്പിൾ 5 റേസ് ടു 3 ഡിവൈഡഡ് ബൈ 5 റേസ് ടു 2 എന്നാണ് നമുക്കൊരു ക്വസ്റ്റ്യനിൽ നിന്നുള്ളതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 5 റേസ് ടു 3 മൈനസ് 2, അതായത് 5 റേസ് ടു 1. എന്തിൻ്റെയും മുകളിൽ പവർ ഒന്നാണെങ്കിൽ നമുക്ക് അതിനെ ആ നമ്പർ തന്നെ എഴുതാം, 5 റേസ് ടു 1 ഇസ് ഈക്വൽ ടു 5. അതാണ് രണ്ടാമത്തെ നിയമം. ഇനി മൂന്നാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ പവർ ഓഫ് പവർ. അതായത് ഒരു എക്സ്പോണൻ്റ് ഉണ്ട്, അതിൻ്റെ പവറിൻ്റെ പവർ, അതായത് ഒരു ആധാരമുണ്ട്, അതിൻ്റെ കൃതിക്ക് ഒരു ബ്രാക്കറ്റിനകത്ത് അതിന് വേറൊരു കൃതിയുണ്ട്, അതായത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ പവർ ഓഫ് പവർ ആയിട്ട് വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 5 റേസ് ടു 5 ഹോൾ റേസ് ടു 5, ഹോൾ റേസ് ടു 5 എന്നാണ് നമ്മൾ പറയുക, അതായത് കൃതിക്ക് കൃതി, ഹോൾ റേസ് ടു 5, 5 റേസ് ടു 5 ഹോൾ റേസ് ടു 5, അതായത് ഈസ് ഇൻ ദ ഫോം a റേസ് ടു mn, a റേസ് ടു mn എന്ന് പറഞ്ഞ ഫോമിൽ 5 റേസ് ടു 5 ഹോൾ റേസ് ടു 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 5 റേസ് ടു 25 എന്ന് എഴുതാം, m ഇൻറ്റു n ആണത്. അപ്പോൾ നമ്മൾ 3 നിയമങ്ങൾ പഠിച്ചു. ഇനി നാലാമത്തേന്ന് പറഞ്ഞാൽ 2 എക്സ്പോണൻറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മൾ നേരത്തെ 2 എക്സ്പോണൻറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, a റേസ് ടു m ഇൻറ്റു a റേസ് ടു n. രണ്ടിൻ്റെയും ബേസ് അഥവാ ആധാരം സെയിം ആയിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് രണ്ടിൻ്റെയും ബേസ് അഥവാ ആധാരം സെയിം അല്ല, a റേസ് ടു m ഇൻറ്റു b റേസ് ടു n. രണ്ടിൻ്റെ ആധാരം ഡിഫറെൻ്റ് ആണ്, എയും ബിയും ഡിഫറെൻ്റ് ആണ്. നേരത്തെ നമ്മൾ നോക്കിയത് 5 റേസ് ടു 3 ഇൻറ്റു 5 റേസ് ടു 2 എന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, 5 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എ ബി റേസ് ടു m, 5 ഇൻറ്റു 3 15 റേസ് ടു പവർ. ഇനി അടുത്ത നിയമം എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിൻ്റെയും കൃതി അഥവാ പവർ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1 ആയിരിക്കും, a റേസ് ടു 0 ഈക്വൽ ടു 1.
ഇനി ലാസ്റ്റത്തെ ഒരു നിയമം കൂടെ നമുക്ക് നോക്കാനുണ്ട്. പവർ ഓഫ് എ കോഷ്യന്റ്, അതായത് a⁻m ഡിവൈഡഡ് ബൈ b⁻m. അങ്ങനെ ഒരു ഫോമിലാണ് നമുക്ക് തന്നേക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? a/b m എന്ന് എഴുതാം. അതായത് ആ ഡിവിഷൻ അങ്ങനെ എടുത്ത് എഴുതാം. എക്കും ബിക്കും ഉള്ള പവർ സെയിം ആണ്, അല്ലെങ്കിൽ കൃതി സെയിം ആണ്, രണ്ടും m തന്നെയാണ്. അപ്പോൾ അത് a/b എന്ന് മൊത്തത്തിൽ ഇട്ടിട്ട് അതിൻ്റെ പവർ മേലെ എടുത്ത് എഴുതാം m എന്ന് പറഞ്ഞു. ഇത്രയും കൃത്യംഗ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ് പഠിച്ചത്. ഇനി ഇത് വെച്ച് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത്രയല്ല, കുറച്ചധികം നിയമങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് ഓരോ ക്വസ്റ്റ്യനൊപ്പവും പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ബേസിക് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2⁵ ഇൻറ്റു 2�9. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസ് അഥവാ ആധാരം സെയിം ആണ്. എന്താണത്? 2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല എന്താണ്? a⁻m പ്ലസ് a⁻n എന്ന് പറയുന്നത് a⁻m പ്ലസ് n. ഇത് രണ്ടിൻ്റെയും ആധാരം അഥവാ ബേസ് സെയിം ആയി കഴിഞ്ഞാൽ അതിൻ്റെ പവർ അഥവാ കൃതിനെ ആഡ് ചെയ്യുക. 2⁵ പ്ലസ് 2�9, അതായത് 2⁵ പ്ലസ് 9 വിച്ച് ഇസ് ഈക്വൽ ടു 2⁴. എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലാത്തവർക്ക് ഒന്നുകൂടെ പറയാം. 2⁵ പ്ലസ് 2�9 ഒന്നുമില്ല, ബേസ് സെയിം ആണ്, പവറിനെ ആഡ് ചെയ്യുക. 9 പ്ലസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 40. ഇനി ഇതിൻ്റെ തന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ നിയമത്തിൻ്റെ അല്ല, മൂന്നാമത്തെ നിയമമാണ് ഇട്ടേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ രണ്ടാമത്തെ നിയമം അതിൽ എളുപ്പമാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷന് പകരം ഡിവിഷൻ ആണ് വന്നിരുന്നെങ്കിൽ, അതായത് 2⁵ ഡിവൈഡഡ് ബൈ 2⁵3 ആയിരുന്നു വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും? 2⁵ - 3 വിച്ച് ഇസ് ഈക്വൽ ടു 2⁵2. സെയിം തന്നെയാണ്, ജസ്റ്റ് ആ നിയമം മാറുന്നതനുസരിച്ച് പവർ മൈനസ് ചെയ്യണം. അതായത് ഡിവിഷൻ വരുമ്പോൾ പവർ മൈനസ് ചെയ്യണം, അഥവാ കൃതി മൈനസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ 8⁴ ഇൻറ്റു 7⁴. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ബേസ് അഥവാ ആധാരം സെയിം അല്ല, പക്ഷെ എന്താണ്? അതിൻ്റെ പവർ സെയിം ആണ്. പവർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? a⁻m ഇൻറ്റു b⁻m ആണെങ്കിൽ ab⁻m ആണ്. അതായത് a ഇൻറ്റു b 8 ഇൻറ്റു 7 56 ഇൻറ്റു 56 വിച്ച് റേസ് ടു m എന്താണ്? അതായത് പവർ 4. 56⁻4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇതിന് എല്ലാത്തിനും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലെങ്കിൽ ഗുണന പട്ടിക ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം എല്ലാത്തിൻ്റെയും. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് വേഗം ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3⁻⁻4. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? 3യുടെ പവറിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അതായത് 3⁻⁻4 ആണ്. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ പവറിൽ നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ, അതായത് 3⁻⁻4 എന്നാണെങ്കിൽ നമുക്കതിനെ 1/3⁴ എന്ന് എഴുതാം. ഇത് ഒരു എക്സ്പോണൻറ്റ് ലോ അല്ലെങ്കിൽ എക്സ്പോണൻസ് ലോ ഓഫ് എക്സ്പോണൻസ് അഥവാ കൃത്യംഗ നിയമമാണ്. അതായത് a⁻b ആണെങ്കിൽ നമുക്കതിനെ 1/a⁻b എന്ന് എഴുതാം. അപ്പോൾ ഈ നിയമം ഉപയോഗിച്ച് 3⁻⁻4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3⁴ എന്ന് എഴുതാം. ഇത് 1/a⁻b ഇതായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? a⁻b എന്ന് എഴുതാം. b/1 ആണ്, a⁻b/1 ആണ്, അതായത് a⁻b തന്നെയാണ്. അതായത് ന്യൂമറേറ്ററിലായാലും ഡിനോമിനേറ്ററിലേക്കായാലും നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുമ്പോൾ ആ പവറിൻ്റെ നെഗറ്റീവ് സൈൻ ഇല്ലാതെയാവുന്നു. കൃത്യംഗ നിയമം അഥവാ ലോ ഓഫ് എക്സ്പോണന്റ് വെച്ച് a⁻b നമുക്ക് എങ്ങനെ എഴുതാം? 1/a⁻b. അതായത് 3⁻⁻4നെ നമുക്ക് 1/3⁴ എന്ന് എഴുതാം. അത് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 1/3⁴ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3⁻⁻4 എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലാണ്? 1a⁻b എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. അങ്ങനെ വരുന്നതിന് ഒരു ലോ ഓഫ് എക്സ്പോണന്റ് ഉണ്ട്, അതായത് 1/a⁻b എന്ന് എഴുതാം. അതായത് 3⁻⁻4നെ നമുക്ക് 1/3⁴ എന്ന് എഴുതാം. ഇപ്പോൾ നമ്മൾ വേറെ വലിയ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3⁻⁻4 അല്ലെങ്കിൽ 3⁻6 അങ്ങനെയുള്ളത് വരും. അപ്പോൾ നമുക്ക് അത് ഇതിനകത്ത് ഉപയോഗിച്ച് ആ ചോദ്യങ്ങളിൽ ഇതുപോലത്തെ ചെറിയ ചോദ്യത്തിലുള്ള ഈ കൃത്യംഗ നിയമം ഉപയോഗിച്ച് അങ്ങനത്തെ വലിയ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് ആവശ്യം വരും. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1/3⁴ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -19⁻�0. -19⁻�0
0. ഇതിൻ്റെ ഉത്തരമാണ് നമുക്ക് വേണ്ടത്. ഇതിലിപ്പോൾ -19 -20 അതായത് നെഗറ്റീവ് നമ്പറോ അല്ലെങ്കിൽ വെറും 20 വെറും 19 ആയാലും ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഏതൊരു സംഖ്യയുടെയും പവർ അല്ലെങ്കിൽ കൃതി 0 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1 ആണ്. അവിടെ നെഗറ്റീവ് നമ്പർ ആവാം, പോസിറ്റീവ് നമ്പർ ആവാം, എങ്ങനത്തെ നമ്പർ ആയാലും വിഷയമില്ല. a റേസ് ടു 0 = 1 എന്ന് പറയുന്നത് ഒരു ലോസ് ഓഫ് എക്സ്പോണൻ്റ് ആണ്. അതനുസരിച്ച് -19 റേസ് ടു 0 എന്ന് പറയുന്നതിൻ്റെ ഉത്തരം 1 ആണ്. അതായത് ഓപ്ഷൻ സി 1 ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. 16 റേസ് ടു 5/4 വാല്യൂ എത്രയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. 16 റേസ് ടു 5/4. ഇപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? നമ്മുടെ പവറിൽ കിടക്കുന്നത് എന്താണ്? പവറിൽ കിടക്കുന്നത് 5/4 ആണ്. 5/4 എന്ന് പറയുന്നത് പവറിൽ കിടക്കുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ആയിട്ടുള്ള പവർ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻസി പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഫ്രാക്ഷനെ മാറ്റണം. ഈ ഫ്രാക്ഷനെ മാറ്റണമെങ്കിൽ അതിൻ്റെ ബേസായി കിടക്കുന്ന നമ്പർ ഒന്ന് ശ്രദ്ധിച്ചേ. ആ ബേസായി കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താ? 16 ആണ്. 16ൻ്റെ പ്രത്യേകത എന്താണ്? 16 എന്ന് പറയുന്നത് ഒരു 2ൻ്റെ പവറായിട്ട് വരുന്ന നമ്പറാണ്. അതായത് 2 റേസ് ടു 4 ആണ് 16. 2 × 2 4, 4 × 2 8, 8 × 2 16. അതായത് 2 റേസ് ടു 4 എന്ന് പറയുന്നതാണ് 16. നമുക്ക് ഈ 16നെ എങ്ങനെ എഴുതാം? 2 റേസ് ടു 4 എന്ന് എഴുതാം. 2 റേസ് ടു 4 ഹോൾ റേസ് ടു 5/4 എന്ന് എഴുതാം. തന്നിരിക്കുന്ന ചോദ്യത്തിനെ ഒന്ന് മാറ്റി എഴുതിയെന്നുള്ളൂ. 16നെ 2 റേസ് ടു 4 എന്നാക്കി ഹോൾ റേസ് ടു 5/4. ഇതിപ്പോൾ എങ്ങനത്തെ ഫോമിലായി? ഇതൊരു കൃത്യംഗ നിയമത്തിൻ്റെ ഫോമിലായി. a റേസ് ടു m ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് എന്താണ്? a റേസ് ടു m n. അതായത് പവർ ഓഫ് പവർ എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് പവർ എന്ന് പറയുന്ന ഒരു കൃത്യംഗ നിയമം നമ്മൾ കണ്ടു. അതായത് a റേസ് ടു m ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് a റേസ് ടു mn ആണ്. 2 റേസ് ടു 4 × 5/4. ഈ കൃത്യക നിയമം ഉപയോഗിച്ച് നമ്മൾ ഇതിനെ എങ്ങനെ എഴുതി? 2 റേസ് ടു 4 × 5/4 എന്ന് എഴുതി. ഈ 4ഉം വെട്ടിപ്പോയി. ബാക്കി 2 റേസ് ടു 5 വന്നു. 2 റേസ് ടു 4 എന്ന് പറയുന്നത് 16 ആണെന്ന് നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേ ഇൻറ്റു ഒരു 2 കൂടെയാണ് വന്നത്. അപ്പം 2 റേസ് ടു 5 എന്ന് പറയുന്നത് എത്രയാണ്? 16 × 2 ദാറ്റ് ഈസ് 32. 32 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ എന്താ ഈ ക്വസ്റ്റ്യനിലുള്ളൊരു ട്രിക്ക് എന്ന് പറയുന്നത്? ഇതിൻ്റെ പവറിലുള്ളതൊരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ബേസിനെ ഒരു പവർ ഫോമിലാക്കി പവർ ഓഫ് പവർ എന്ന് പറയുന്ന കൃത്യംഗ നിയമം ഉപയോഗിച്ച് ആ ഫ്രാക്ഷനെ നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതായത് 2 റേസ് ടു 4 ഹോൾ റേസ് ടു 5/4 എന്ന് എഴുതിയിട്ട് നമുക്കപ്പോൾ എന്ത് കിട്ടി? 2 റേസ് ടു 5 എന്ന് കിട്ടി. അതായത് അതിൻ്റെ ഉത്തരം 32 ആണ്. ഇനി നമുക്ക് ലോസ് ഓഫ് എക്സ്പോണൻസ് ഉപയോഗിച്ചുള്ള അടുത്ത ചോദ്യങ്ങൾ, അതായത് എക്സ്പോണൻസിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച അതേ കൃത്യംഗ നിയമം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ അതാണ് കൊടുത്തേക്കുന്നത്. 3 റേസ് ടു q ഹോൾ റേസ് ടു 5 എന്ന് പറയുന്നത് 3 റേസ് ടു 20 ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എത്ര? ഒന്നുകൂടെ പറയാം. 3 റേസ് ടു q ഹോൾ റേസ് ടു 5 ആണെങ്കിൽ 3 റേസ് ടു q ഹോൾ റേസ് ടു 5 എന്ന് പറയുന്നത് 3 റേസ് ടു 20 ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എത്ര? അപ്പോൾ 3 റേസ് ടു q ഹോൾ റേസ് ടു 5 ഇത് കണ്ടാൽ നമുക്ക് എന്തറിയാം? ഇതൊരു കൃത്യംഗ നിയമത്തിൻ്റെ ഫോമിലാണ്. അതായത് a റേസ് ടു m ഹോൾ റേസ് ടു n എന്ന് പറയുന്ന ഫോമിലാണ്. എന്ന് പറഞ്ഞാൽ a റേസ് ടു m n. അതായത് 3 റേസ് ടു 5q. ഒന്നുമില്ല, ക്വസ്റ്റിൻ്റെ LHSനെ ഒന്ന് മാറ്റി എഴുതി. എങ്ങനെ എഴുതി? 3 റേസ് ടു q ഹോൾ റേസ് ടു 5 എന്നുള്ളത് 3 റേസ് ടു 5q എഴുതി. RHSൽ എന്താണ്? 3 റേസ് ടു 20. ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ള ബേസ് സെയിം ആണ്. 3 ആണ്. അതായത് രണ്ടിൻ്റെയും ആധാരം 3 ആണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ LHSലും RHSലും ഉള്ള ബേസ് സെയിം ആവുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ പവറിനെ ഈക്വേറ്റ് ചെയ്യാം. പവറിനെ ഈക്വേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൃതിയെ ഈക്വൽ ടു ആയിട്ട് എഴുതാം. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? 5q = 20. അപ്പോൾ q = 20/5 which is equal to 4. അപ്പോൾ ഇതിൻ്റെ ഉത്തരം B ആണ്, 4 ആണ്.
ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്വസ്റ്റ്യനിലുള്ള 3^5നെ 3^5q എന്ന് പറഞ്ഞ് മാറ്റി എഴുതി അതിന് നമ്മൾ ഒരു കൃത്യംഗ നിയമം അഥവാ ലോസ് ഓഫ് എക്സ്പോണൻ്റ് ആയ a⁻m⁴n ഉപയോഗിച്ചു. അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് അങ്ങനെ തന്നെ എടുത്തെഴുതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് എന്താണ്, രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്, രണ്ടിൻ്റെയും ബേസ് 3ഉം 3ഉം ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, രണ്ടിൻ്റെയും ബേസ് സെയിം ആകുമ്പോൾ നമുക്കതിൻ്റെ പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 5q = 20, q = 4. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് കൃത്യംഗ നിയമങ്ങൾ ഉപയോഗിച്ച് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ തുടക്കം കണ്ട ബേസിക് ആയിട്ടുള്ളൊരു കൃത്യംഗ നിയമമല്ല, അല്ലാതെ കുറച്ച് ഫോർമുലാസ് അഥവാ ലോസും കൂടെ ഉണ്ട്. അത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ്. കാണുമ്പോൾ ചോദ്യം വളരെ ട്രിക്കിയായി തോന്നുമെങ്കിലും ഈ ഫോർമുല ഉപയോഗിച്ച് ഇതിനെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ആ ചോദ്യമാണ് നമുക്ക് കാണാവുന്നത്. x+1/xന്റെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ x² + 1/x²ന്റെ വാല്യൂ എത്രയാണ്? ചോദ്യം ഒന്നുകൂടെ പറയാം. x+1/xന്റെ വാല്യൂ 2 ആണെങ്കിൽ x² + 1/x²ന്റെ വാല്യൂ എത്രയാണ്? ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫോർമുലയുണ്ട്, അത് നമുക്ക് ഈ സൈഡിൽ അങ്ങ് എഴുതാം. x+1/xന്റെ വാല്യൂ എന്ന് പറയുന്നത് a ആണെങ്കിൽ x² + 1/x²ന്റെ വാല്യൂ എന്ന് പറയുന്നത് a² - 2 ആണ്. ഒന്നുമില്ല, x+1/xന്റെ വാല്യൂ a ആണെങ്കിൽ x² + 1/x²ന്റെ വാല്യൂ എന്ന് പറയുന്നത് a² - 2 ആണ്. ഇനി ഈ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കി. x+1/xന്റെ വാല്യൂ ഇവിടെ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? 2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? a = 2. അങ്ങനെയാണെങ്കിൽ x² + 1/x²ന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അത് എന്താണെന്നാ ഞാൻ പറഞ്ഞത്? a² - 2 ആണെന്നാ പറഞ്ഞത്. അതായത് 2² - 2 which is equal to 4 - 2 which is equal to 2. അപ്പോൾ ഈ ഫോർമുല അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എത്ര സിമ്പിളായി ചെയ്യാം. ഈ ഫോർമുല പഠിക്കാൻ ഒന്നുമില്ല. ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ x+1/x എന്ന് പറയുന്ന ഒരു വാല്യൂൻ്റെ വില എന്ന് പറയുന്നത് a ആണ് തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ x² + 1/x²ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് a² - 2 ആണ്. അത് ഉപയോഗിച്ച് നമ്മൾ 2 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ ഈ ചോദ്യത്തിന് പകരം ഇവിടെ x+1/xന് പകരം x - 1/x ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അത് a² - 2 എന്ന് ചെയ്തതിന് പകരം a² + 2 എന്ന് ചെയ്യും. അതായത് a എന്ന് പറയുന്നത് എന്താണ് ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ എടുത്തെഴുതിയത്? a എന്ന് പറയുന്നത് 2 ആണെന്ന് എടുത്തെഴുതിയിരുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ചോദ്യത്തിൽ? a² - 2 അതായത് 2² - 2 എന്ന് പറഞ്ഞിട്ട് ഉത്തരം 2 എന്ന് കണ്ടുപിടിച്ച്. അതിന് പകരം ചോദ്യം x - 1/x = 2 ആയിരുന്നെങ്കിൽ നമ്മുടെ ഫോർമുല എന്തായേനെ? a² + 2 എന്നായേനെ. അങ്ങനെയാണെങ്കിൽ 2² + 2 എന്നായേനെ. അങ്ങനെയാണെങ്കിൽ 2² = 4 ആണ്. 4 + 2 എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം 6 ആയേനെ. ഇതേ മാനറിൽ തന്നെ രണ്ട് ഫോർമുലയും കൂടെ ഉണ്ട്. രണ്ട് ഫോർമുല എന്ന് പറയുന്നത് x+1/x = a ആണെങ്കിൽ x³ + 1/x³ വാല്യൂ എത്രയാണ്? അതുപോലെ x - 1/x എന്ന് പറയുന്നത് a ആണെങ്കിൽ x³ + 1/x³ വാല്യൂ എത്രയാണ്? അപ്പം ഇങ്ങനത്തെ ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ നമുക്ക് നേരത്തെ എഴുതിയ പോലെ രണ്ട് ഫോർമുലാസ് ഇതിനും ഉണ്ട്. അതായത് a³ - 3a-യും a³ + 3a-യും. a³ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ചോദ്യം പോലെ തന്നെ എയുടെ വാല്യൂ 2 ആണെങ്കിൽ 2³ എന്ന് പറയുന്നത് 8 ആയിരിക്കും. 8 - 3 × 2 6 = 2. അതുപോലെ a³ + 3a ആണെങ്കിലോ 2³ എന്ന് പറയുന്നത് 8 ആണ്. 8 + 3 × 2 14 ഇങ്ങനെ വന്നേനെ. അപ്പം നമ്മൾ സിമിലർ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യനും കൂടെ അവിടെ ഡിസ്കസ് ചെയ്തു. ആ സെയിം ക്വസ്റ്റ്യൻ്റെ x + 1/x = 2 എന്ന് വരുന്നതിന് പകരം
എക്സ് മൈനസ് 1/x = 2 വന്നാലുള്ള ഫോർമുല, അതുപോലെ തന്നെ ചോദ്യത്തിൽ x² + 1/x² ചോദിക്കുന്നതിന് പകരം x³ + 1/x³ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഉപയോഗിക്കേണ്ട ഫോർമുലയും അതിൻ്റെ ഉത്തരവും, അതുപോലെ x മൈനസ് 1/x എന്ന് വരുമ്പോൾ x³ + 1/x³ വാല്യൂ എത്ര എന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഫോർമുലയും അതിൻ്റെ ഉത്തരവും. അങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒറ്റ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തത്. ഒന്നുമില്ല, ഈ 4 ഫോർമുല പഠിക്കുക. എന്തൊക്കെയാണ് 4 ഫോർമുല? a² - 2, a² + 2, a³ - 3a, a³ + 3a. ഈ 4 ഫോർമുല പഠിച്ചാൽ എന്തിൻ്റെയൊക്കെയാണ് ഈ ഫോർമുല? x + 1/x = a ആണെങ്കിൽ x² + 1/x² എന്ന് പറയുന്നത് a² - 2. അതുപോലെ x മൈനസ് 1/x ആണെങ്കിൽ a² + 2. അതുപോലെ ഇനി ചോദ്യത്തിൽ x³ + 1/x³ ആണ് ചോദിക്കുന്നതെങ്കിൽ a³ - 3a ക്വസ്റ്റ്യനിൽ. അതുപോലെ x മൈനസ് 1/x നേരത്തെ വന്ന പോലെ തന്നെ വന്നിട്ട് x³ + 1/x³ ആണെങ്കിൽ a³ + 3a. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട 4 ഫോർമുലയും ഉത്തരവുമാണ് നമ്മൾ കണ്ടത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോണൻസിലെ വളരെ എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമാണ്. 25⁻x എന്ന് പറയുന്നത് 1/5⁻10 ആയാൽ എക്സിൻ്റെ വില എത്ര? നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ കണ്ടു, നമുക്ക് എന്ത് ചെയ്യാം? 1/5⁻10 എന്ന് പറയുന്നതിനെ നമുക്ക് 5⁻−10 എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ ഉള്ള പവറിനെ നമ്മളിപ്പോൾ ഡിനോമിനേറ്ററിലാണെങ്കിൽ അതിനെ ന്യൂമറേറ്ററിലേക്ക് കയറ്റി എഴുതുമ്പോൾ ആ പവറിൽ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. അതായത് 1/a⁻b എന്ന് പറയുന്നത് a⁻−b ആണ്. അഥവാ a⁻−b എന്ന് പറയുന്നത് 1/a⁻b ആണ്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മളിതിനെ എങ്ങനെ എഴുതി? 1/5⁻10 എന്നുള്ളത് 5⁻−10 എഴുതി. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ സാധാരണ നമ്മൾ പഠിച്ചിരുന്ന എല്ലാ കൃത്യംഗ നിയമങ്ങൾ അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ലോയിലും ബേസ് എന്ന് പറയുന്ന ഫ്രാക്ഷൻ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ബേസ് എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനാണ്. ഈ ഫ്രാക്ഷനെ മാറ്റാനായിട്ടാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? 5⁻−10 എഴുതിയത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 25⁻x എന്ന് പറയുന്നത് 5⁻−10 എഴുതി. ഇനി നമുക്കൊരു കാര്യം അറിയാം, ഈ ലോസ് ഓഫ് എക്സ്പോണൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിൻ്റെ ബേസ് സെയിം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു നിയമമുണ്ട്. അതായത് ഇതിൻ്റെ ആധാരം സെയിം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൃതിയെ നമുക്ക് ഈക്വൽ ടു ഇട്ട് എഴുതാം. ഇപ്പോൾ ഇതിൻ്റെ ആധാരം സെയിം ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 25⁻x എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? 25 എന്ന് പറയുന്നത് എന്താണ്? 5² ആണ്. 5ൻ്റെ സ്ക്വയർ ആണ് 25. അതായത് 5² x ഇവിടെ ഉണ്ട്. അപ്പോൾ 5² x = 5⁻−10. അതായത് 5⁻2x = 5⁻10. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസ് എന്ന് പറയുന്നത് സെയിം ആണ്. രണ്ടിൻ്റെയും ബേസ് എത്രയാണ്? 5 ആണ്. രണ്ടിൻ്റെയും ബേസ് 5 ആവുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2x = -10 എഴുതാം. അതിൻ്റെ പവറിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് x = -5. -5 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം. x = -5. ഒന്നുകൂടെ പറയാം, ഇതിൻ്റെ RHS LHSലൊരു വാല്യൂ വന്നിട്ടുണ്ട്, RHSലൊരു വാല്യൂ വന്നിട്ടുണ്ട്. അതിൽ 25⁻x എക്സിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഒരു ഫ്രാക്ഷനാണ്. ഈ ഫ്രാക്ഷനെ നമ്മൾ ആദ്യം ഒരു സാധാ നമ്പറാക്കി മാറ്റി എഴുതുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ലോസ് ഓഫ് എക്സ്പൊണൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടിൻ്റെയും ബേസ് സെയിം ആക്കുന്നു, പവറിനെ ഇക്വേറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ 25x = 5⁻−10 ആയി. 25 എന്ന് പറയുന്നത് 5² ആയി. അപ്പോൾ 5⁻2x = 5⁻−10 ആയി. അതായത് 2x = -10 ആയി. x = -5. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 169 = 13⁻x/5
എങ്കിൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താ? നേരത്തെ നമ്മൾ കണ്ട ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ബേസിലായിരുന്നു. ഇവിടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് പവറിലാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ പവറിലാണ് ഫ്രാക്ഷൻ. ഓക്കെ, നമുക്കത് മാറ്റണം. അത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ 169 ആണ്. എന്താണ് 169ൻ്റെ പ്രത്യേകത? 169 എന്ന് പറയുന്നത് 30ൻ്റെ സ്ക്വയർ ആണ്. ഞാൻ ആ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം റൈറ്റ് ഹാൻഡ് സൈഡിലും 13 ഉണ്ട്. ഓക്കെ, കൃത്യംഗ നിയമങ്ങളിൽ ബേസ് സെയിം ആയിരിക്കുന്നത് നമുക്ക് വലിയ ഉപകാരമുള്ള കാര്യമാണ്. അപ്പോൾ 169 എന്ന് പറയുന്നത് എന്താണ്? 13ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 13 സ്ക്വയർ ഇസ് ഈക്വൽ ടു 13 റേസ് ടു എക്സ് ബൈ 5. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്കിവിടെ എന്ത് മനസ്സിലായി? ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, രണ്ടിൻ്റെയും ബേസ് സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കും? അതിൻ്റെ പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് 2 ഇസ് ഈക്വൽ ടു എക്സ് ബൈ 5. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 10. അതായത് ഈ താഴെയുള്ള 5നെ ഇങ്ങോട്ടേക്ക് ഇവിടെ ഡിവിഷനാണ്, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. 5 × 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 10. അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പറയാം. ഇവിടെ 13, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 169 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 13 സ്ക്വയർ ആണ്. അപ്പോൾ ഈ 13ഉം 169 തമ്മിലുള്ള ബന്ധം എന്താണ്? 13 സ്ക്വയർ ആണ് 169. അപ്പോൾ 13 സ്ക്വയർ ഇസ് ഈക്വൽ ടു 13 റേസ് ടു എക്സ് ബൈ 5 എന്ന് എഴുതുന്നു. ബേസ് സെയിം ആവുന്നു, പവേഴ്സിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു, എക്സിൻ്റെ വാല്യൂ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇത്തിരി ലെങ്തിയും ട്രിക്കിയും ആണ്, പക്ഷെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5^2 ഇൻറ്റു 5^4 ഇൻറ്റു 5^6 ഇൻറ്റു എക്സെട്ര അപ് ടു 5^2n ആണെങ്കിൽ 0.008 റേസ് ടു -30 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്ര? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 5^2 ഇൻറ്റു 5^4 ഇൻറ്റു 5^6 എക്സെട്ര അപ് ടു 5^2n എന്ന് പറയുന്നത് 0.008 റേസ് ടു -30 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്ര? അപ്പോൾ ഈ ക്വസ്റ്റ്യന് 2 ഭാഗമുണ്ടല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. നമുക്കിതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങാം. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? 0.008 ഹോൾ റേസ് ടു -30. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ എത്ര പൂജ്യം ഉണ്ട്? 008. മൂന്ന് ഡെസിമൽ പോയിൻ്റ് റൈറ്റിലേക്ക് നീക്കിയാലാണ് ഇതിൻ്റെ ഡെസിമൽ പോയിൻറ്റ്സ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതായത് 0.008 ഹോൾ റേസ് ടു -30നെ നമുക്ക് 8/1000 ഹോൾ റേസ് ടു -30 എന്ന് എഴുതാം. കാരണം എന്താണ്? 3 ഡെസിമൽ പോയിൻ്റ് മാറ്റിയാലാണ് ഇതിൻ്റെ ഡെസിമൽ മാറ്റി ഇതിനെ ഒരു ഹോൾ നമ്പർ ആക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? 1000 വെച്ച് മൾട്ടിപ്ലൈയും ചെയ്യും, 1000 വെച്ച് ഡിവൈഡും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? 8/1000 ആയി. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ മുകളിലുള്ള നെഗറ്റീവ് പവർ ഒഴിവാക്കാനായിട്ട്, അത് പോസിറ്റീവ് പവർ ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലും ഇട്ടാൽ മതി. അതായത് 8/1000 എന്നുള്ളത് 1000/8 ഹോൾ റേസ് ടു 30 എന്ന് നമുക്ക് എഴുതാം. 8/1000 -30 എന്ന് പറയുന്നത് 1000/8 ഹോൾ റേസ് ടു 30 എന്ന് എഴുതാം. ഇവിടെ എന്താ ഉപയോഗിച്ചേ? a റേസ് ടു -b ഇസ് ഈക്വൽ ടു 1/a റേസ് ടു b. ഇത് ഉപയോഗിച്ച് നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1000/8 ഹോൾ റേസ് ടു 30 എന്ന് എഴുതാം. 1000/8 എന്ന് പറയുന്നത് എന്താ? വെട്ടിപ്പോവും. 500/4 അതായത് 125/500/4 125 250/2 എന്ന് പറയുന്നത് 125 ഹോൾ റേസ് ടു 13 ഈ 125 എന്ന് പറയുന്നത് എന്താണ്? ഇനി നമ്മൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? 5² 5^4 5^6 5ൻ്റെ ആണല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ 5ൻ്റെ ഒരു പവറിലേക്ക് ആക്കണം. 5 × 5 25 25 × 5 125. അപ്പോൾ 5³ എന്ന് നമുക്ക് എഴുതാം. 5³ ഹോൾ റേസ് ടു 30 എന്ന് എഴുതാം. അതായത് 5^90. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഒരു എക്സ്പോണൻ്റ് അഥവാ കൃത്യംഗത്തിൻ്റെ രൂപത്തിൽ കിട്ടി. അതായത് 5 ആധാരമായിട്ടും പവർ 90 ആയിട്ടുള്ള ഒരു നമ്പർ 5^90 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? 5^2 5^4 5^6 എക്സെട്ര അപ് ടു 5^2n.
അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടേ? പവറിലുള്ളത് എന്താ? 2, 4, 6, 8, 10 അങ്ങനെയുള്ള ഈവൺ നമ്പേഴ്സാണ് പവറിലുള്ളത്. പവറിലുള്ളത് ഈവൺ നമ്പേഴ്സ് ആവുമ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്, n ഇൻറ്റു n പ്ലസ് 1. n ഇൻറ്റു n പ്ലസ് 1. അപ്പോൾ 5 റേസ് ടു n ഇൻറ്റു n പ്ലസ് 1 ഇസ് ഈക്വൽ ടു 5 റേസ് ടു 90. ഇങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്. രണ്ടിൻ്റെയും ബേസ് എത്രയാണ്? 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ കഴിഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞിരുന്നു, രണ്ടിൻ്റെയും ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് ചെയ്യാം. അതായത് n ഇൻറ്റു n പ്ലസ് 1 ഇസ് ഈക്വൽ ടു 90. ഇങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ആക്ച്വലി ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് ഭയങ്കര വലുതായിട്ടൊക്കെ ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇനി നേരെ ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ -9 ഉണ്ട്, 9 ഉണ്ട്, -8 ഉണ്ട്, 8 ഉണ്ട്. എന്തായാലും ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കില്ല, പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ അല്ലേ? ഇപ്പം നമ്മളിവിടെ 9 ആണ് ഇട്ട് കൊടുക്കണമെങ്കിൽ 9 ഇൻറ്റു 9 പ്ലസ് 1 അപ്പോൾ എത്രയാ? 9 ഇൻറ്റു 10 എന്ന് പറയുന്നത് എന്താ? 90 ആണ്. അപ്പോൾ എന്താ ഉത്തരം? 9 ആണ് ഉത്തരം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഓപ്ഷൻ ബി 9 ആണ് ഉത്തരം. നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് പറയാം. ഈ ക്വസ്റ്റിനെ കൈ കിട്ടുമ്പോൾ തന്നെ വലിയൊരു ക്വസ്റ്റനാണ്. ഇതിനെ നമ്മൾ 2 പാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. LHS ഉണ്ട്, RHS ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അത് ആദ്യം ഒരു ഡെസിമൽ നമ്പറാണ്. എന്താ ഡെസിമൽ നമ്പർ? 0.008. ഈ 0.008 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8/1000 എന്ന് എഴുതാം. നമ്മൾ അതിനൊരു ഫ്രാക്ഷൻ ആക്കി. എന്തിനാ ഫ്രാക്ഷൻ ആക്കിയത്? ഫ്രാക്ഷനെ നമുക്ക് എന്താക്കാം? എക്സ്പോണൻസിൽ ഒരു ലോ ഓഫ് എക്സ്പോണൻസ് ഉപയോഗിച്ച് അതിനെ ഫ്രാക്ഷൻ മാറ്റി ഹോൾ നമ്പർ ആക്കാം. ഇപ്പോൾ 8/1000 ഹോൾ റേസ് ടു -30 എന്ന് പറയുന്നത് 1000/8 ഹോൾ റേസ് ടു 30 ആണ്. അതൊരു ഡിവിസിബിൾ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അതിന് ഡയറക്റ്റ്ലി 125 എന്ന് കിട്ടും. അപ്പോൾ 125 ഹോൾ റേസ് ടു 30. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കുന്നു. അവിടെ 5ൻ്റെ പവറാണ് എല്ലാം. അതുപോലെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലും 5ൻ്റെ പവറായിട്ട് എഴുതുന്നു. അതായത് 5 റേസ് ടു 3 ഹോൾ റേസ് ടു 30. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 റേസ് ടു 90 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ വലിയ ഒരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഫോർമുല ഉപയോഗിക്കുന്നു. അതായത് ഈവൺ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ആണ്. അതായത് 5 റേസ് ടു n ഇൻറ്റു n പ്ലസ് 1. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ഇസ് ഈക്വൽ ടു 90 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. രണ്ടിൻ്റെ ബേസ് സെയിം ആയാൽ പവേഴ്സിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഓരോ ഓപ്ഷൻ വാല്യൂ വെച്ച് ട്രയൽ ആൻഡ് എറർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? n 9 ആണെന്ന് കണ്ടുപിടിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ കുറേ ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം എടുത്ത് ഓരോന്നായിട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും അതോടുകൂടി നമ്മുടെ എക്സ്പോണൻസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.